ഹായ് ഓൾ വെൽക്കം ടു കൊമേഴ്സ് ക്രാക്കേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. സോ വാട്ട് ഇസ് ലീഡർഷിപ്പ്? നമ്മൾ ചെറുപ്പത്തിലേ കണ്ടു വളർന്ന കുറച്ച് ലീഡേഴ്സ് ആണ്. സ്കൂളിലൊക്കെ ക്ലാസ് ലീഡേഴ്സ് പലരും ക്ലാസ് ലീഡർ ആയിട്ടുണ്ടായിരിക്കും അല്ലെ. ഞാനൊരു ക്ലാസ്സിലെ ലീഡർ ആയിരുന്നു 6ാം ക്ലാസ്സിൽ. സോ ഓക്കെ, എന്താണ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മുടെ സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീഡർഷിപ്പ്. ഈ ലീഡർഷിപ്പ് ചെയ്യുന്ന ആളാണ് ലീഡർ. സിംപ്ലി എത്ര ആലോചിച്ചാൽ മതി. ഈ ലീഡർഷിപ്പിന് പല തിയറീസ് ഉണ്ട്, പല കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് തിയറീസ്. അടുത്തത് അതാണ് ട്രേഡ് തിയറി. ആദ്യത്തെ അത് പറയുന്നത് ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. ജന്മന ഒരു ട്രേറ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്ന ലീഡേഴ്സ് ഉണ്ടാവുമല്ലോ. അവർക്ക് ലൈക്ക് ഇന്റലിജന്റ്, കോൺഫിഡൻസ്, ഡിസീവ്നെസ്, ഹോണസ്റ്റി, ഇതൊക്കെ ഒരു ആളെ ലീഡറാക്കും. അവർക്ക് ജന്മന അവര് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കഴിവല്ല, അവർക്ക് ജന്മന ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഇതാണ് ട്രേഡ് തിയറി എന്ന് പറയുന്നത്. ഇതിനൊരു ലിമിറ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒരു ട്രേറ്റ് ഉണ്ടാവണം എന്നില്ല എല്ലാവർക്കും. അതായത് അവർക്ക് ജന്മനാ തൊട്ടേ ഇങ്ങനൊരു ട്രേറ്റ് ഉണ്ടാവണം എന്നില്ല. അടുത്തതാണ് ബിഹേവിയറൽ തിയറി എന്ന് പറയുന്നത്. ഇത് ബേസ്ഡ് ഓൺ ഹൗ എ ലീഡർ ബിഹേവ്സ്. ഒരു ലീഡറിന്റെ പെരുമാറ്റം എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് ബിഹേവിയറൽ തിയറി. ഇത് പ്രകാരം നമുക്ക് നല്ലൊരു ലീഡർ ആവാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് 2 ടൈപ്പാണ് ബിഹേവിയറൽ തിയറിയിൽ ഉള്ളത്. ഒന്ന് ടാസ്ക് ഓറിയന്റഡ് ബിഹേവിയറും ഒന്ന് പീപ്പിൾ ഓറിയന്റഡ് ബിഹേവിയറും. ടാസ്ക് ഓറിയന്റഡ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ഗോൾസ്, പ്രൊഡക്ടിവിറ്റി, അതായത് ഒരു ടാസ്ക് എങ്ങനെ എഫിഷ്യൻ്റ്ലി കംപ്ലീറ്റ് ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ കൂടുതലും വർക്ക് റിലേറ്റഡ് ആയിരിക്കും. അടുത്തതാണ് പീപ്പിൾ ഓറിയന്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഒക്കെ അതുപോലെ മോട്ടിവേഷനും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സബോർഡിനേറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്ന കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയറൽ തിയറിയാണ് പീപ്പിൾ ഓറിയന്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു തിയറിയാണ് സിറ്റുവേഷണൽ തിയറി എന്ന് പറയുന്നത്. ഈ തിയറി ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഒരു ലീഡർ ബിഹേവ് ചെയ്യും, എങ്ങനെ ലീഡർഷിപ്പ് കൊണ്ടുപോകും, അതാണ് സിറ്റുവേഷണൽ തിയറി എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ ബെസ്റ്റ് സ്റ്റൈൽ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഡിപ്പെൻസ് ഓൺ മാച്ചിങ് ലീഡർഷിപ്പ് സ്റ്റൈൽ വിത്ത് മെച്യൂരിറ്റി ഓർ എബിലിറ്റി ഓഫ് ഫോളോവേഴ്സ് ആൻഡ് നേച്ചർ ഓഫ് ടാസ്ക്. ഇത് ഓരോ ടാസ്കിനും സിറ്റുവേഷനും അനുസരിച്ചിരിക്കും. ഇത് നമുക്കൊരു ബെസ്റ്റ് തിയറി, ബെസ്റ്റ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. അടുത്തതാണ് കണ്ടിൻജൻസി തിയറി എന്ന് പറയുന്നത്. ഈ തിയറി പ്രകാരം ലീഡറിന്റെ സ്റ്റൈല്, അതുപോലെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് ലീഡേഴ്സിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ഓറിയന്റഡ് ആണോ അതോ റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആണോ, അതുപോലെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, അതായത് ലീഡർ മെമ്പർ റിലേഷൻ, അതുപോലെ ടാസ്ക് സ്ട്രക്ചർ, ഈ ഫാക്ടേഴ്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഇതിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് എഫക്റ്റീവ് ലീഡർഷിപ്പ് ആണ്, ഈ കണ്ടിന്യൂൻസി തിയറി എന്ന് പറയുന്നത്. അടുത്താണ് പാത്ത് ഗോൾ തിയറി എന്ന് പറയുന്നത്. അതായത് ക്ലാരിഫൈ പാത്ത് ടു ഗോൾസ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് റിവാർഡ്സ്. അതായത് നമ്മൾ ആ ഒരു ലീഡറിന്റെ ജോലി എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിന്റെ പാത്തും ഗോൾസും പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ അതിന് വേണ്ട റിവാർഡ്സ് കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് പറയാ. അത് 4 സ്റ്റൈലുണ്ട്. അത് ഡയറക്റ്റ് സ്റ്റൈൽ എന്ന് പറയും. അതായത് ഗൈഡ് ചെയ്യുക, ഇൻസ്ട്രക്ട് ചെയ്യുക, നമ്മൾ ഡയറക്ഷൻ കൊടുക്കുക. മറ്റത് സപ്പോർട്ടീവ് ആണ്. സപ്പോർട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലി, ഒരു ഇൻഫോർമൽ കൈൻഡ് ഓഫ് ഫ്രണ്ട്ലിനെസ്, അതുപോലെ കെയറിങ് ഒക്കെ കൊടുക്കുക. അടുത്താണ് പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയാ. കൺസൾട്ടിങ് സബോർഡിനേറ്റ്, അതായത് ലീഡേഴ്സും അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ടുള്ള ഒരു കൈൻഡ് ആണത്. അടുത്തതാണ് അച്ചീവ്മെന്റ് ഓറിയന്റഡ് എന്ന് പറയുന്നത്. അതായത് അവർക്കൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗോൾസ് സെറ്റ് ചെയ്യുക, അപ്പൊ അവർ അതിനനുസരിച്ച് വർക്ക് ചെയ്യും, എഫിഷ്യൻസി കാണിക്കും. അങ്ങനെ ആ ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ആവും. അടുത്തതാണ് ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറയുന്നത്.
ഗ്രേറ്റ് മാൻ തിയറി പ്രകാരം ലീഡേഴ്സ് ആർ ബോൺ വിത്ത് സ്പെഷ്യൽ ക്വാളിറ്റീസ്. അതായത് അവർ ജന്മന ഒരു സ്പെഷ്യൽ ക്വാളിറ്റി കൊണ്ട് ഉള്ളവരായിരിക്കും ലീഡേഴ്സ്. അതുപോലെ ആ ഒരു കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് നമുക്ക് ഒരിക്കലും പഠിപ്പിക്കാനോ പഠിക്കാനോ പറ്റില്ല. ഈ ഒരു ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ്, പക്ഷെ ചരിത്രത്തിൽ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി. Leaders inspires, motivates and transforms followers with എനർജി, വിഷൻ ആൻഡ് കരിസ്മ. അതായത് ലീഡറിന്റെ കരിസ്മ കൊണ്ട്, എനർജി കൊണ്ട് അവരുടെ ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി. ബേസ്ഡ് ഓൺ എക്സ്ചേഞ്ച് സിസ്റ്റം, അതായത് റിവാർഡ്സ് കൊടുക്കുക. അതായത് ഇപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്ത അവർക്ക് റിവാർഡ്സ് കൊടുക്കുക, അതുപോലെ എഫിഷ്യൻസി കുറഞ്ഞാൽ അവരെ പണിഷ് ചെയ്യുക. ഇതൊക്കെയാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഷോർട്ട് ടേം ഗോൾസ്, അതുപോലെ ഇപ്പൊ റുട്ടീൻ ടാസ്ക്, ഇപ്പൊ ഡെയിലി ഓരോ ടാസ്ക് കൊടുത്തിട്ട് അത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തവർക്ക് റിവാർഡും, അത് ഏറ്റവും മോശമായിട്ട് കംപ്ലീറ്റ് ചെയ്തവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക. ഇതൊരു ഷോർട്ട് ടേം ഗോൾ ആയിരിക്കും. ഇതൊരിക്കലും ഓർഗനൈസേഷൻ്റെ ഒരു ലോങ് ടേം ഗോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു തിയറി അല്ല. ഇനി നെക്സ്റ്റ് ആണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ വേ എ ലീഡർ പ്രൊവൈഡ്സ് ഡയറക്ഷൻ, ഇംപ്ലിമെന്റ് പ്ലാൻസ് ആൻഡ് മോട്ടിവേറ്റ് പീപ്പിൾ. അതായത് ഒരു ലീഡർ കൊടുക്കുന്ന ഡയറക്ഷനും അതുപോലെ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതുപോലെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതുമാണ് എന്നുള്ളൊരു വേ ആണ്. ഇത് ഒരു ലീഡറിന്റെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും അതുപോലെ ബാക്കിയുള്ളവരെ മാനേജ് ചെയ്യുമ്പോഴുള്ള ബിഹേവിയറും ആറ്റിറ്റ്യൂഡും റിഫ്ലക്ട് ചെയ്യും. അതുപോലെ പല സിറ്റുവേഷനിലും പല സ്റ്റൈലായിരിക്കും ഇതിന് വേണ്ടത്. ഇതിനൊരു സിംഗിൾ ബെസ്റ്റ് സ്റ്റൈൽ എന്ന് പറയാനായിട്ടൊരു സ്റ്റൈൽ ഇല്ല. ഇനി നമുക്ക് ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതൊക്കെയാന്ന് നോക്കാം. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ അല്ലെങ്കിൽ അതോറിറ്റേറിയൻ സ്റ്റൈൽ. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് ഒറ്റ ഒരാള് രാജഭരണമൊക്കെ പോലെ ലീഡർ ആയിരിക്കും ഡിസിഷൻ എടുക്കുക, ബാക്കി സബോർഡിനേറ്റ്സിനെ കൺസൾട്ട് ചെയ്യാതെ ലീഡർ തന്നെ ഡിസിഷൻ എടുക്കുക. അതുപോലെ വർക്ക്സ് വെൽ ഇൻ ക്രൈസിസ് സിറ്റുവേഷൻ ഓർ വെൻ ക്വിക്ക് ഡിസിഷൻ ആർ നീഡഡ്. ഈ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ഡിസിഷൻ ഒക്കെ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ആയിരിക്കും നല്ലത്. കാരണം ലീഡർ ആണല്ലോ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പൊ ആൾക്ക് സ്വയമായിട്ട് എടുക്കുന്ന ഡിസിഷൻ ആയതുകൊണ്ട് ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ എംപ്ലോയീസിനെ ഡീമോട്ടിവേറ്റ് ചെയ്യും. കാരണം അവരെ ഇതുപോലൊരു ഡിസിഷൻ എടുക്കുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് എംപ്ലോയീസിന് അതൊരു ഡീമോട്ടിവേഷൻ ആവാം. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ ക്രിയേറ്റിവിറ്റി റെഡ്യൂസ് ആവാനും ചാൻസ് ഉണ്ട്. അടുത്തതാണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ അഥവാ പാർട്ടിസിപ്പേറ്റീവ്. അതായത് ലീഡർ ഇൻവോൾവ്സ് ടീം മെമ്പേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ടീം മെമ്പേഴ്സിനെ ലീഡർ ഇൻവോൾവ് ചെയ്യാണ് ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിന്റെ പാർട്ടിസിപ്പേഷൻ, അതുപോലെ മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ എൻകറേജ് ആവുന്നുണ്ട്. ഇതിന്റെ വീക്ക്നെസ് നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡിസിഷൻ എടുക്കാൻ കുറച്ച് ടൈം എടുക്കും, കാരണം എല്ലാ സബോർഡിനേറ്റ്സിന്റെ അഭിപ്രായമൊക്കെ അറിയണം. അടുത്തതാണ് ലേസസ് ഫെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീ റെയിൻ സ്റ്റൈൽ. ലീഡർ ഗീവ് ഫുൾ ഫ്രീഡം ടു സബോർഡിനേറ്റ് ടു വർക്ക് ഇൻ ദെയർ ഓൺ വേ. അതായത് ലീഡർ സബോർഡിനേറ്റ്സിന് ഫുൾ ഫ്രീഡം കൊടുക്കാണ്, എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം, പക്ഷെ വർക്ക് തീർന്നാൽ മതി എന്നൊരു രീതിക്ക്. ഇതൊരു ഹൈലി സ്കിൽഡ് ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമൊക്കെ ആണെങ്കിൽ വളരെയധികം സ്യൂട്ടബിൾ ആണ്. പക്ഷെ വീക്ക്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലീഡറിനൊരു ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ കെയോസ് ഒക്കെ ഉണ്ടാവാം. അതുപോലെ ഡയറക്ഷൻ ലാക്ക് ആയിരിക്കും. കാരണം അവർക്ക് ഫുൾ ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ ലീഡർ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുക. അപ്പൊ അത് ഇതിന്റെ ഒരു വീക്ക്നെസ് ആണ്. ട്രാൻസാക്ഷണൽ സ്റ്റൈൽ ഞാൻ പറഞ്ഞു, റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. അത് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ് കൊടുക്കുക, മോശമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിഷ്മെന്റ് കൊടുക്കുക. ഷോർട്ട് ടേം ഗോൾസിന് ഇത് വളരെ ബെസ്റ്റ് ആണ്. പക്ഷെ വീക്ക്നെസ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേം വിഷന് ഉള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കില്ല. പിന്നെ ട്രാൻസ്ഫോർമേഷണൽ സ്റ്റൈലും നമ്മൾ പറഞ്ഞു. ലീഡർ ഇൻസ്പയർസ് ആൻഡ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ് വിത്ത് വിഷൻ, ഇന്നോവേഷൻ.
enthusiasm. അതായത് ലീഡർ മോട്ടിവേറ്റ് ചെയ്യാണ് എംപ്ലോയീസിനെ വിത്ത് വിഷൻ ഇന്നോവേഷൻ ഒക്കെ കൊണ്ടിട്ട്. ഇതുകൊണ്ട് നമ്മളുടെ ലീഡറിനെ സബോർഡിനേറ്റ്സും ആയിട്ടുള്ള ഒരു ട്രസ്റ്റും ലോയൽറ്റിയും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സ്യൂട്ടബിൾ ഫോർ ഡൈനാമിക് ആൻഡ് കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ്. ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ, അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റിൽ ഇത് സ്യൂട്ടബിൾ ആയിരിക്കും. അടുത്താണ് ബ്യൂറോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫോളോ സ്ട്രിക്ട് റൂൾസ്, പോളിസീസ് ആൻഡ് ഹൈറാർക്കി. നമ്മളുടെ ഒരു ഹൈറാർക്കി തിയറി ഒക്കെ ഉണ്ടല്ലോ, ഇത് ഫോളോ ചെയ്യും. അതുപോലെ സ്ട്രിക്ട് റൂൾസ് എല്ലാം, ബ്യൂറോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ റൂൾസ് എല്ലാം, പോളിസീസ് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റൈല്. ഇത് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സേഫ്റ്റി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്ലേസസിലൊക്കെയാണ് ഈ ഒരു ബ്യൂറോക്രാറ്റിക് സ്റ്റൈല് നല്ലത്. അതുപോലെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഭയങ്കര റിജിഡ് ആയിരിക്കും. അതുപോലെ നമ്മുടെ കമ്പനിയുടെ ഇന്നോവേഷന് അതൊരു ഡിസ്കറേജ് ആയിരിക്കും. അടുത്തതാണ് ബെനവലന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് where the leader is strict in discipline but also caring and considerate towards employees, personal and social needs. ഈ ഒരു ലീഡർഷിപ്പ് ആണ് ഇപ്പം മോസ്റ്റ് കോമൺലി നടക്കുന്നത്. കാരണം ലീഡേഴ്സ് ഡിസിപ്ലിനിൽ സ്ട്രിക്റ്റ് ആയിരിക്കും, ബട്ട് ഓൾസോ സബോർഡിനേറ്റ്സിനെ കൺസിഡറേറ്റും കെയറിങ്ങും അതുപോലെ അവരുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ നീഡ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ സബോർഡിനേറ്റ്സിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വരികയാണെങ്കിലൊക്കെ ലീവ് കൊടുക്കുക. അങ്ങനെ അവരുടെ ഒരു പേഴ്സണൽ ആൻഡ് സോഷ്യൽ നീഡ്സിനെ കെയർ ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് ബെനവലന്റ് ലീഡർഷിപ്പ് സ്റ്റൈല്. കോമൺ പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ, അതായത് നമ്മളൊരു പാരന്റ് ഗൈഡിങ് ചിൽഡ്രൻ എന്നൊക്കെ പറയില്ലേ, അച്ഛനും അമ്മയും മക്കളെ നോക്കുന്ന രീതി, അവരിതുപോലെയല്ലേ. ഇവര് കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ കെയറിങ് ആയിരിക്കും. അതാണ് ബെനവലന്റ് ലീഡർഷിപ്പ്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി സിമ്പിൾ ആയിട്ട്. സോ ഇത്രയാണ് ലീഡർഷിപ്പും ലീഡർഷിപ്പ് തിയറീസും ലീഡർഷിപ്പ് സ്റ്റൈലും എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ മോട്ടിവേഷനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കാം. അതോടുകൂടി ഐ ഗസ് നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു ജനറൽ ഓട്ടപ്രദർശനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ഒരു 50 MCQ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇത് കഴിഞ്ഞ് മാനേജ്മെന്റിന്റെ ഒരു ക്ലാസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു MCQ, അതൊരു ഇത്തിരി ലോങ് വീഡിയോ ആയിരിക്കും. സോ ബി വിത്ത് മീ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.